ജാൻകി കൊച്ചിയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പറ്റിയ ഒരു കിടിലം ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് പ്രൈവസി ആയിട്ടൊക്കെയാണ് കിടന്നത്. അങ്ങ് ആസ്വദിക്കുക ആ പാതാളത്തിൽ നിന്ന് വന്നിട്ട് കൊള്ളാം. എന്റെ ഫോട്ടോ അവരെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നു. നവാസ് ഇപ്പൊ ഈ ലുക്കില്ലേ നമ്മള് കാണുമായിരിക്കും ഭയങ്കര സംഭവം, പക്ഷെ മണ്ടനാണ്. ഇവിടെ കാണുമ്പോൾ എനിക്ക് എന്റെ ഒരു അങ്കിളിനൊക്കെയാണ്. ചേച്ചി ആരുടെ നിന്നാണ് അഭിനയം പഠിച്ചത്? ഉഷ് ചേച്ചി. മാവേലി, ഞാൻ ഇത് എവിടെയൊക്കെ നോക്കുമായിരുന്നു. എത്ര നേരമായിട്ട് മാവേലിയും തപ്പി ഇവിടെ മുഴുവൻ ഓടുന്നത്. എന്തിനീ വെയിലത്ത് വന്ന് നിൽക്കണത്? ഒരു കരിക്കിട്ട് വരട്ടാ? ഒരു താല്പര്യം തോന്നുന്നുണ്ടോ? കരിക്ക് കുടിക്കാനാ? കരിക്ക് കുടിക്കാനല്ല, നമ്മളെല്ലാ വർഷവും ഓണത്തിന് നമ്മുടെ നാട്ടിലെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരും. പൂവിളി, ആർപ്പ് വിളി, ഓണപ്പാട്ട്, ഓണസദ്യ, അങ്ങനെ എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോഴത്തെ ഓണം അങ്ങനെയാണോ? നമ്മുടെ വയനാട്ടിലെ പ്രജകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ലടോ. മാവേലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വയനാട് ദുരന്തം ഉണ്ടായി, അല്ലാതെ അതിനു മുമ്പ് അർജുൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷങ്ങളും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചുള്ള സ്ഥിതി മാവേലി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ആഘോഷങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു ഊർജ്ജം കിട്ടുന്നത്. അതും ഈ ഓണത്തിൻ്റെ ഊർജ്ജം കൊണ്ടാണ് നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ഒരു സ്പ്രിൻ്റ് അടിക്കുന്നത്. അതും കൂടെ ഇല്ല പൊന്ന് മാവേലി, നമ്മളുടെ കഞ്ഞുകൂടി മുട്ടിപ്പോകും. അതുകൊണ്ട് ആ ഊർജ്ജം തരാൻ, നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റാൻ തിരുമനസ് അങ്ങോട്ട് എഴുന്നള്ളിയാലേ പറ്റൂ. ഞാൻ എങ്ങോട്ടാണ് വിളിക്കാൻ പോകണമെന്ന് അറിയാമോ തിരുമനസ്? എവിടെയൊക്കെ കൗമുദി ടിവിയുടെ ഓണപരിപാടി നടക്കുന്നുണ്ട്, അറിഞ്ഞാ? ഈ കൗമുദി ടിവിയിലെ വസുത എന്ന് പറയുന്ന ഒരു ഇതൊക്കെ എന്റെ പൊന്ന് തമ്പുരാനെ, നിങ്ങൾ ചുമ്മാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ കടപ്പുറത്തും ഈ നാട്ടിലും എല്ലാം പ്രേക്ഷകർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, വസുത. എല്ലാരും ഉണ്ടോ അവിടെ? മാവേലി വരൂന്ന് അറിഞ്ഞുകൊണ്ട് ഫുൾ ടീമിനെ നമ്മൾ അങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഫോട്ടോയാ, കംപ്ലീറ്റ് വീഡിയോ, പിന്നെ പരിചയപ്പെടുന്ന ഡാൻസ്, കുറിയടി, വേണ്ട ബഹളം എല്ലാം കൂടെ ഇരുന്ന് സദ്യ. തമ്പുരാൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കളറാക്കി അങ്ങോട്ട് കൈ തരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? പിന്നെ കൊടയും കൊടവേറും ഇല്ലാതെ എന്ത് ഓണം മാവേലി. ഒരു തെച്ചി പൂതിരെ ഒരു തുമ്പക്കുടമടരെ അരികത്തു കളമെഴുതി പൊന്തിരുവോണം നൽതിരുവോണം അവളെ പൊന്നു ഞാനേ. മനോഹരം, ഗംഭീരായിട്ട്. ആ പുട്ടിയിട്ട കുട്ടികളെ വിളിക്കൂ. പട്ടിക്കുട്ടിയോ? പട്ടിക്കുട്ടിയല്ല, പുട്ടി, മോത്ത് പുട്ടിയിട്ട കുട്ടികളില്ലേ? പുട്ടിയൊക്കെ ഇട്ട് പ്രൈമറും അടിച്ച് ടോപ്പ് കോട്ടൊക്കെ അടിച്ച് ഇപ്പൊ എല്ലാരും ഇങ്ങ് എത്തും. വസുധാ കുടുംബത്തിന് വിളിക്കൂ. അങ്ങനെ ചുമ്മാ വിളിച്ചാലൊന്നും വസുധാ കുടുംബം വരുതല്ല. എന്താ? അതിന് ഓരോ പഞ്ച് എൻട്രിയും BG ഒക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടായിരിക്കും നമ്മൾ എൻട്രി ചെയ്യാൻ. ഗ്രാൻഡ് ആയിട്ട് എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ വിളിക്കട്ടാ? വിളിച്ചോ. മാവേലിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണ്ടേ? പിടിച്ചോ. നീ എന്ത് ഫോൺ വിളിക്കാൻ പോണോ? അല്ലല്ല, ഞാൻ എല്ലാവരെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പറയാം. ഉറങ്ങിയില്ല, കുത്തിയിരുന്ന് എഴുതി വെച്ച. വീഴ്ചകളിൽ തളർന്നു പോകാതെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു പെണ്ണിന്റെ പോരാട്ടത്തിന്റെ കഥ. വസുധ. 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 അപ്പോ നമ്മൾ ആദ്യം വിളിക്കേണ്ടത് ആരെയാണ്? വസുധയെ വിളിക്കണം ആദ്യം. വസുധയാണ് ആദ്യം. വസുധയിലെ കഥാപാത്രം. വസുധയെ അവതരിപ്പിക്കുന്ന ആളാരാണ്? ആരാണ്? മരണത്തെ പോലും തോൽപ്പിച്ച് തിരിച്ചു വന്നിട്ടും ആർക്കും വേണ്ടാതായി പോയ പെൺജന്മം, നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ബാലഗോപാൽ ആസ് വസുധ. ഗമഗാരി സനിരിസ ഗമഗാരി സനിരിസ ദാദരീരി നീനി ഗമപമ പരിമഗ. മാവേലി, വസുധ ഈസ് ഹിയർ. വന്നാട്ടെ. ഒരു ഷേഖന്റെ തരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമസ്തേ മതിയായിരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
വസതി എങ്ങനെയുണ്ട്? അടിപൊളി കേട്ടോ, നിങ്ങളെ അഭിപ്രായം പാതാളം വരെ എത്തി. ചുമ്മാതാ സോഫ. അടുത്ത ആളിനെ വിളി. അടുത്തത് നമ്മൾ വിളിക്കാൻ പോകുന്നത് ആ. സനീഷ്. സനീഷ്. സനീഷ് സനീഷ് എന്ന് പറയുമ്പോൾ എന്താണ് ആളെന്ന് അറിയാമോ? ഇല്ല. കാമുകിക്കും പണത്തിനും വേണ്ടി താലി കെട്ടിയ ഭാര്യയും ജന്മം നൽകിയ മക്കളെയും മറന്നു കളഞ്ഞ ആ ക്രൂരൻ സനീഷ്. യെസ്, ഹിയർ വി വെൽക്കം ഫവാസ് സയാനി. ഭയങ്കര വരട്ടെ. ഈ പാവമാണ് ആ ഭയങ്കരൻ. എന്റെ പൊന്നെ, എന്നെക്കാളും പൊക്കമുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ മറ്റേ കിങ്കരൻ കിങ്കരനായിട്ട് എടുക്കാം. യെസ്. ഹാപ്പി ഓണം ഫവാസ്. ഹാപ്പി ഓണം. മാവേലി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആ ലേഡീസിന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഹാപ്പി ഓണം. അടുത്ത ആൾ. ഇനി ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നതേ മാവേലി ഒരു 10-40 കൊല്ലം മുമ്പേ കണ്ടു തുടങ്ങിയ നമ്മുടെ വളരെ ചിരപരിചിതമായ ഒരു കിടിലൻ കലാകാരിയാണ്. കലാകാരി. യെസ്. ആരാണ്? ജാനകി. ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോലിലും ഉണ്ട്, കിരീടത്തിലും ഉണ്ട്. മോഹൻലാലാ? മോഹൻലാൽ പോലെ തന്നെ, പെണ്ണുങ്ങളുടെ ഇടയിലെ മോഹൻലാൽ തന്നെയാണ്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് മുന്നിൽ പെണ്ണിന് പെണ്ണ് തന്നെ ശത്രു എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ജാനകി, നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചി. അടിപൊളി, അടിപൊളിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എന്ത് കാണുന്നതാണ്? ഈ സീരിയൽ, ഈ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര അഭിപ്രായമാണ്. താങ്ക് യു. ഭയങ്കര നല്ല അഭിപ്രായം. അതെ അതെ. ചേച്ചി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്റെ ഇൻട്രോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടുത്ത ആളിനെ വിളി. മാവേലി. അടുത്തതെന്ന് പറഞ്ഞാൽ വസുധയിലെ ഒരു പ്രധാന കഥാപാത്രത്തിനെയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത്. രജിത. രജിത. നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ രമേശിനെയാണ് ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്നത്. ആശിച്ചതെല്ലാം കാൽക്കീഴിൽ ഒതുക്കാനായി ഗൂഢതന്ത്രങ്ങളിലൂടെ എന്നും വിജയിച്ചു നിൽക്കുന്ന നമ്മുടെ രജിത. Here we welcome രേഷ്മ രമേശ്. നമസ്കാരം. കൊല്ലക്കാരിയാ? കൊല്ലം. കൊല്ലത്താണോ? ആ, കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കടപ്പാക്കട. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു സംഭവം ഉണ്ട്. അങ്ങനെയാണോ എന്ന് ചോദിക്കൂ. അങ്ങനെയാണോ? തീർച്ചയായിട്ടും വീട്ടിലൊന്നും പോകില്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞാൻ പറഞ്ഞായിരുന്നു ആദ്യമേ. നമ്മള് കേട്ടില്ല. അടുത്ത ആളിനെ വിളിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നതേ അടുത്ത പ്രധാനിയാണ്. വീണ്ടും പ്രധാനി. യെസ്. ഗിരി. ഗിരിയോ? ഗിരി എന്നാണ് ക്യാരക്ടറിനെ. ഗിരിയെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഗിരി അല്ല, ഗിരി. കേട്ടത്. തനിച്ചായി പോയി സങ്കടങ്ങളിലും പതറാത്ത മനസ്സുമായി ജീവിതത്തിനോട് പൊരുതാൻ ഇറങ്ങുന്ന ഗിരി പോസിറ്റീവ് ക്യാരക്ടറാ. പോസിറ്റീവ്. ആൻഡ് അത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുമുഖനും സുന്ദരനും സുശീലനുമായ ലാൽ കൃഷ്ണ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പറഞ്ഞല്ലേ? അപൂർവങ്ങളായി സംഭവിക്കുന്നുണ്ട് അതൊക്കെ. അല്ല, ഇവിടെ നെഗറ്റീവ് ക്യാരക്ടർ വന്നാലും മൊത്തത്തിൽ ഒരു പോസിറ്റീവാണ് ഇവിടെ. അങ്ങനെയാണല്ലോ. ഭയങ്കര വൈബാണ് കേട്ടോ നിങ്ങൾ. പക്ഷേ നേരത്തെ വേറെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഫോട്ടോ എടുത്താൽ പോലും നെഗറ്റീവേ കിട്ടൂ, പോസിറ്റീവ് കിട്ടൂല. അടുത്തത് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഒരു വേദനിക്കുന്ന ഒരു അച്ഛനെയാണ്. ഈ അച്ഛൻ ഇത്രയും മാത്രം വേദനിക്കാൻ ഇവിടെ എന്തിനാണ്? എല്ലാ അച്ഛന്മാർക്കും വേദനയില്ല. ചേട്ടന് വേദനയില്ല. അല്ല സോറി, മാവേലി തമ്പുരാന് വേദനയില്ല. ഒരിക്കൽ ചേട്ടാ, നീ ഏതെങ്കിലും ഫിക്സ് ചെയ്യും കേട്ടോ. ഓണമായോണ്ടാണ് തമ്പുരാനെ, ക്ഷമിക്കണം. മകളുടെ നഷ്ടത്തിന്റെ വേദനയേക്കാൾ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾക്ക് മുമ്പിൽ അടിപതറിപ്പോയ ഒരച്ഛനാണ്. സീരിയലിലെ എല്ലാ അച്ഛന്മാർക്കും ഇത് ഈ അവസ്ഥ തന്നെ ഇപ്പം ആണല്ലേ? മാവേലി എല്ലായിരുന്നു കാണുന്നുണ്ടല്ലേ? സീരിയൽ എന്ന് പറഞ്ഞാൽ ചാവും. ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞാൽ സദാനന്ദനാണ്. അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴിലും കേരളത്തിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം സന്തോഷ് കേശവ്. വെറും താരമല്ല, പാൻ ഇന്ത്യൻ താരമാണ്. പാൻ ഇന്ത്യൻ താരമാണ്. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇങ്ങോട്ട് പറഞ്ഞോണ്ട് കിട്ടി. ഹാപ്പി ഓണം. എന്താണ് സങ്കടം? ഇത്രയും വലിയ സങ്കടം? സങ്കടം കഥാപാത്രത്തിനുണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള പോലെ തന്നെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടത്തെ ലേഡി ബോസാണ്. ലേഡി ബോസ് എന്ന് പറഞ്ഞാൽ എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള ചങ്കൂറ്റമുള്ള പുതിയ തലമുറയുടെ ഒരു പ്രതീകമാണ്. ക്യാരക്ടറിന്റെ പേര് ശരണ്യാണ്. ശരണ്യയുടെ മറ്റേ ടൈറ്റിൽ പറഞ്ഞ എന്താ? സുഖജീവിതത്തിന് വേണ്ടി വിലപേശാൻ പഠിച്ച പുതുതലമുറയുടെ പ്രതിനിധിയായി ശരണ്യ. അവതരിപ്പിക്കുന്ന ആരെന്നറിയാമോ? ആരാണ്? നമ്മുടെ ജാനകി സുധീർ. ജാനകി, കം ജാനകി കം.
നമസ്കാരം. നമസ്കാരം ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഹാപ്പി ഓണം. ഹാപ്പി ഓണം ജാനകി. ഹാപ്പി ഓണം. മാവേലി, ഓ അച്ഛനെത്തി. ആ അപ്പൊ നമുക്ക് ഇനി ഒരു അമ്മ കഥാപാത്രം കൂടെ വേണമല്ലോ. വേണം വേണം വേണം. അത് നമ്മുടെ ഗിരിയുടെ ഒരു അമ്മയെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. ഒറ്റപ്പെട്ടു പോയ മകനൊരു കുടുംബം ഉണ്ടാക്കാനായി വിട്ടുവീഴ്ചകളില്ലാത്ത അടവുകളുമായി ഒരമ്മ. നമ്മുടെ സാവിത്രി ക്യാരക്ടറാണ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ശീലശ്രീ ചേച്ചി. മാവേലി നേരെ നോക്കണം ആളെ, അപ്പോഴാണ് മനസ്സിലാവാൻ പോകുന്നത് ആരാണ് ആള്. തകർക്കുന്നുണ്ട്. ശീലശ്രീ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമകൾ, അതിൽ ഏറ്റവും എന്റെ ഓർമ്മയിൽ നിറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ മൈ ബോസിൽ ഇടി കൊള്ളുന്ന എന്ന് തിരിച്ചു മമതയ്ക്ക് അടി കൊടുക്കുന്ന ഒരു ഗംഭീര കഥാപാത്രം. ഹാപ്പി ഓണം. അതെ ഹാപ്പി ഓണം. ഞാൻ ആ ക്യാരക്ടറിലൊക്കെ മുഴുകി നിൽക്കുകയായിരുന്നു. അവിടെ കൂടെ ചേച്ചി ഹാപ്പി ഓണം ചേച്ചി. മാവേലി, നമ്മുടെ കുടുംബമായാലും എല്ലാം മുതിർന്നവർ മാത്രം മതി, അതൊരു ശരിയായിട്ടുള്ള ഇടപാടാണ്. അത് ശരിയല്ല. നമുക്ക് കുടുംബം എന്ന് പറയുമ്പോൾ കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ വേണം. മുത്തശ്ശിമാരൊക്കെ വേണം. അടുത്ത് ഇറക്കാൻ പോകുന്നെന്ന് പറഞ്ഞാല് ഒരു കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടിയാണ്. അവൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സച്ചു എന്നാണ്. സച്ചു. അത് അവതരിപ്പിക്കുന്ന ആളുടെ പേര് പറയുന്നതിന് മുമ്പ് അവനൊരു വിശേഷണമുണ്ട്. എന്താണ്? പെറ്റമ്മയുടെ സ്നേഹവാത്സ്യങ്ങൾ കരാട ഏറ്റുവാങ്ങാതെ ഒടിച്ചു പോയ ജന്മം നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ അനാദി. ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. അനാദി 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 അനാദി. അടുത്ത് വാ. അയ്യോടാ നോക്കിയേ, എന്റെ ഫോട്ടോ അവനെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാ. കട്ട ഫാനാണ്. കട്ട ഫാനാണ് മോനെ. ഇതാരാണ് മോനെ? പേരെന്താ ഇദ്ദേഹത്തിന്റെ? മാവേലി. ഒരു ഹാപ്പി ഓണം പറ. പക്ഷെ ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ. അയ്യോ എന്റെ ചച്ചിന് വാവേ ഹാപ്പി ഓണം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അനാദിക്ക് ഒരു ഹാപ്പി ഓണം കൊടുക്കാം. ഹാപ്പി ഓണം. 1 2 3 ഹാപ്പി ഓണം. ഇപ്പം ഒരാളായി. ഇനി ഒരാളെയും കൂടെ ഇറക്കിയാലോ? ഉണ്ടോ? പിന്നെ അതാ വിളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കടുകാണ്. കടുക. അതായത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്താ പിന്നെ ആ ക്യാരക്ടർ ചെയ്യുന്നത്. ക്യാരക്ടറിന്റെ പേരെന്ന് പറഞ്ഞാല് ഐനു എന്നാണ്. ചെയ്യുന്ന ആളുടെ പേര് പറയുന്നതിന് മുമ്പ് ആ വിശേഷണം. എല്ലാവരും ഉണ്ടായിട്ടും ആർക്കും വേണ്ടാത്തതാവാൻ വിധിക്കപ്പെട്ട കുരുന്നു മനസ്സിന്റെ വേദനയോടെ ഐനുമോൾ അവതരിപ്പിക്കുന്നത് യെസ് അവർ ഗ്രേറ്റ് ടാലന്റ് ബേബി സാറ. സാറക്കുട്ടി അവിടെ. ഹാപ്പി ഓണം. ഇതാ ഫുൾ മൂൺ പോലെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം സാറ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ? നോ, പഞ്ചായത്ത്. ഇനി ക്യാരക്ടർ ഉണ്ടോ വേറെ? തുടക്കം മാത്രമാണ്. ഇനിയുണ്ട്. പിന്നെ ഇനി വരും, ഒരുപാട് വരും. ഇത് ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയാണ്. അവര് എല്ലാരെയും കണ്ടു, പരിചയപ്പെട്ടു, ഹാപ്പി ഓണമൊക്കെ ചിലരെയൊക്കെ പറഞ്ഞു, ചിലരെ ഞാൻ ഓർമ്മിപ്പിച്ചു പറയിപ്പിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, മനസ്സ് നിറഞ്ഞു. എന്താണ് ഇപ്രാവശ്യത്തെ ഓണം സീരിയൽ താരങ്ങളുടെ കൂടെ അല്ലേ? ആടിപ്പൊളി. അത് ഏത് സീരിയലാണ്? വസുധ. യെസ്. ഇത്തവണ നമ്മുടെ പ്രേക്ഷകരുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറ ഓണമൊന്നും അല്ല. ഓണത്തിളക്കത്തിൽ സകുടുംബം വസുധ. നമ്മുടെ പ്രേക്ഷകരുടെ ഓണം എന്ന് പറഞ്ഞാല് പത്തരമാറ്റ് കളറാണ്. കളർ ആൻഡ് ഹിയർ വി ഗോ ഫോർ എ ഹാപ്പി ഓണം. കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിളക്കമാർന്ന ഹൃദയം നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. നമ്മുടെ ഇത്തവണത്തെ ഓണം കളർഫുൾ ആക്കാനായിട്ട് സകുടുംബം വസുധ അങ്ങനെ കളർഫുൾ ആയിട്ട് ഇവിടെ നിരന്നിരിക്കുകയാണ്. മാവേലി തമ്പുരാനുണ്ട്, നമ്മുടെ വസുധയുണ്ട്, ഉഷ ചേച്ചിയുണ്ട്, ലാലുണ്ട്, ജാനകിയുണ്ട്, അനാദി നമ്മൾ ഇനി അനാദി എന്നൊക്കെ വിളിക്കുന്ന വലിയ പാടാണ് കേട്ടോ. അവനൊരു പെറ്റ് നെയിം ഉണ്ട് അല്ലേ ജാനകി? എന്താ? വിച്ചു. അതായിരിക്കും എളുപ്പം. ഈ അനാദി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംസ്കൃത പവറൊക്കെ വരുന്നു. പിന്നെ ഈ സൈഡിലാണെങ്കിൽ നമ്മുടെ ഫവാസ് ഉണ്ട്, മാച്ചോ ഫവാസ്, രേഷ്മയുണ്ട്, ശ്രീല ചേച്ചിയുണ്ട്, നമ്മുടെ സന്തോഷ് ചേട്ടനുണ്ട്, ആൻഡ് ബേബി സാറ. അപ്പോൾ ഇന്ന് ഈ ഓണാഘോഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു കലാകാരി കലാരംഗത്തേക്ക് വന്നിട്ട് 40 വർഷം തികയ്ക്കുകയാണ് ഈ വർഷം 2024. 1984 നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ബാലതാരമായിട്ട് വന്ന് ഇന്നിപ്പോൾ 2024 40 കൊല്ലമായിട്ട് ഈ ഒരു അഭിനയ രംഗത്ത് തുടരുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് ഈ അടുത്ത് തുടങ്ങിയ നമുക്ക് പലർക്കും അറിയായിരിക്കും അല്ലേ?
അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ കലാകാരിയെ ആരാണെന്ന് മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു വിഷസ് കൊടുക്കണം കേട്ടോ. ഉഷ ചേച്ചി, കൺഗ്രാറ്റുലേഷൻ. അതായത് മറ്റൊരു മീഡിയയിലോ മറ്റൊരു ചാനലുകളിലോ അല്ലെങ്കിൽ ഒരു മാസികകളിലോ ഒന്നും എഴുതിപ്പെടാതെ പോയതാണ്. ചേച്ചിയെ പറ്റി വായിച്ചു നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ ആ യാത്രയ്ക്ക് ഇത്രത്തോളം ദൂരമുണ്ട്. 40 കൊല്ലമായിട്ട് ഒരു അഭിനയ രംഗത്ത്, അല്ലെങ്കിൽ ചേച്ചി എനിക്കൊന്ന് അതിനു മുമ്പ് കുറച്ച് നാടകരംഗത്തും ഉണ്ടായിരുന്നു അല്ലേ? അതെ. പിന്നെ ചേച്ചിയുടെ നിന്ന് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമുക്കിന്ന് പഠിക്കാൻ പോവുകയാണ്. കാര്യം ചേച്ചി അഭിനയം പഠിച്ച എവിടെ നിന്ന് ആർക്കെങ്കിലും അറിയാം? ഒരു ക്വിസാണ്. ചേച്ചി ആരുടെ നിന്നാണ് അഭിനയം പഠിച്ചത്? ഉഷ ചേച്ചി. ചേച്ചി പറയരുതേ. ഞാൻ പറയില്ല, ഞാൻ പറയുന്നില്ല. ഗസ് ചെയ്തു. ഒരു ഭയങ്കര ലെജൻഡറി നെയിമാണ്. നാടകരംഗത്ത് മാവേലി തമ്പുരാനെ പഴയ നാടകമൊക്കെ കാണാറില്ലായിരുന്നു, ഉത്സവ പറമ്പിലൊക്കെ വിളിച്ചു പോയിരുന്നു. ഭയങ്കര ലെജൻഡറി ആയിട്ടൊരു ഡയറക്ടറിന്റെ നിന്നാണ് ചേച്ചി നാടകം പഠിച്ചത്. അല്ല, ഇവരൊരു കുടുംബമാണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ കുടുംബത്തിൽ നടക്കുന്ന സംഭവം അറിയണമല്ലോ. പറഞ്ഞേ. എങ്കിൽ എല്ലാരും ഇവര് രണ്ട് ടീമാക്കി. രണ്ടാമത്തെ പേരെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പഴയകാല ഹാസ്യ നടന്റെ പേരിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ പേര് തോപ്പിൽ ബാസി. അങ്ങനെ തോപ്പിൽ ബാസി സാറിന്റെ അഭിനയമൊക്കെ പഠിച്ച ആ നാടകം ഏതായിരുന്നു ചേച്ചി? നാദബ്രഹ്മം. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് ചേച്ചി സ്റ്റാർട്ട് ചെയ്തത്. ഭാസി സാർ സംവിധാനം ചെയ്ത് മാത്രമല്ല, അതിൽ അഭിനയിച്ചതിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചത് അന്ന് നാടക ലോകത്തെ ഏറ്റവും പ്രശസ്തരായ MS തൃപ്പൂണിത്തറ, MS വാര്യർ, പ്രസന്നൻ, പിന്നെ അതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ LPR വർമ്മ സാറ്, ഡാൻസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എണ്ണക്കാട് നാരായണൻകുട്ടി മാഷിൻ്റെ ഗുരു കൂടെയാണ്. അങ്ങനെ വലിയ ഞാൻ എന്താ പറയുക, തുടക്കക്കാരിയാണ്. ആ നാടകത്തിലെ നായിക ഞാനായിരുന്നു. ഈ നാദബ്രഹ്മ നാടകം നിൽക്കാനായ കാര്യം കൂടെ ഞാൻ ഇവിടെ പറയട്ടെ. അതാണ് ഈ കൊച്ചാർട്ടിസ്റ്റിനെ സാറ് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവസാനം സ്കൂൾ തുറന്നപ്പോ ഇദ്ദേഹം പറയാ, എനിക്ക് സ്കൂളിൽ പോണം, എനിക്ക് നാടകം വേണ്ടത്. അവസാനം തോപ്പിൽ ബാസി സാറ് താടിയിൽ കൈവച്ചിരിപ്പായി. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ അഭിനയിക്കുമെന്ന് എനിക്ക് വീട്ടിൽ പോണ്ട, എനിക്കിവിടെ അഭിനയിക്കുന്നു. ശരി, അങ്ങനെ ഉഷ ചേച്ചിയുടെ ആ വിശേഷങ്ങളോടുകൂടി നമ്മൾ ഈ ഒരു ടീം, അതായത് ഓണം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കളികളുടെയും കുറച്ച് വാശിയുടെയും രസകരമായ വാശിയുടെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണത്തിളക്കത്തിൽ സകുടുംബം വസുതയെ നമ്മൾ രണ്ടായിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ഒന്നിച്ചോണേ, ഈ രണ്ടാക്കാലും എപ്പോഴത്തേക്കും ആവരുത്. അപ്പോൾ ഈ ടീമിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് ആർപ്പോ. അപ്പൊ ഈ ടീമിന്റെ പേരെന്തായിരിക്കും? അപ്പൊ വിളിച്ചോ. ഇതിലേറ്റവും കോമഡി ബേബി സാറെ നോക്കുകയാണ്. ഏത് തലമുറയിൽ ഏത് കാലഘട്ടത്തിൽ എന്തൊക്കെ വാക്കുകളാണ് ഞാൻ കേൾക്കാത്ത, എന്തൊക്കെയോ പതുക്കെ പറയണേ. മോളെ ഇറോന്ന് പറഞ്ഞേ. ഇറോ അല്ല, ഇറോ. മോളെ എന്തോ സുധീ മീനുകുട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടിപ്പട്ടാളം എല്ലാരും കൂടെ ചേർന്ന്, ഈ കുട്ടിപ്പട്ടാളം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ യഥാർത്ഥത്തിൽ പട്ടാള പിള്ളേരാണ് കേട്ടോ. ആർപ്പോ ടീമും ഇറോ ടീമുമാണ്. ഫവാസിനെ പറ്റി മൊത്തത്തിൽ നിങ്ങളുടെ ഈ സെറ്റിലുള്ള എല്ലാവരുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ വസുത അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട അഭിപ്രായം. മനുഷ്യനെ നവാസ് ഇപ്പൊ ഈ ലുക്കില്ലേ, ലുക്കാണല്ലോ, ഭയങ്കര ഹൈറ്റും വെയിറ്റും ഭയങ്കര, നമ്മൾ കാണുമായിരിക്കും ഭയങ്കര സംഭവം. പക്ഷെ മണ്ടനാ. മണ്ടത്തരമുണ്ട്, പാവമാ. എന്റെ മകനെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോട്ടെ. അല്ല, എല്ലാം അങ്ങനെയാ. വലിയ സംഭവമായിട്ട് ഹൃതിക് റോഷനെ പോലെയൊക്കെ വന്ന് നിക്കുന്ന, പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ. ഈ തള്ളൊന്നുമില്ലല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഫവാസ് ഈ രൂപവും ഈ മസിലെടുത്തൊക്കെ ഉള്ളു ആള് വളരെ ശുദ്ധനും ഇതില് ഈ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ നേരത്തെ അറിയാവുന്ന എനിക്കാ. വളരെ പാവാ. ചെന്നൈ കണക്ഷനാ. ചെന്നൈ കണക്ഷൻ. മലയാളത്തിൽ വന്നപ്പോ ആദ്യമായിട്ട് അഭിനയിച്ചത് എന്റെ കൂടെ. ഞാൻ ഭാഗ്യജാതകം അഭിനയിക്കാൻ പോയ സമയത്ത് ഷഫ്നായിരുന്നു അതിൽ ഹീറോയിനായിട്ട്. ഞാൻ പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ചേച്ചിനെ കണ്ടിട്ട് ഞാൻ മറ്റേ പഴയ സിനിമയിലൊക്കെ പറയില്ല, ഈ ലാല എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇവരെ കണ്ടിട്ട് എനിക്ക് അഭിനയം ഓർമ്മ ഉണ്ടോ? എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ സീൻ തന്നിട്ട് പാലേരി സാറായിരുന്നു. അപ്പോൾ
എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. ഒന്ന് ഫാൻ ബോയ് എന്ന് പറയാം. അപ്പോൾ ചേച്ചി പറഞ്ഞ് മുമ്പിൽ ഞാനല്ല ഒരു ആക്ടറാണ് നിൽക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നത് കൊണ്ട് അന്ന് ശരിയായി. ബാക്കിയത്. അപ്പോൾ ഫവാസിൽ നിന്ന് തന്നെ നമുക്ക് ഓണവിശേഷം തുടങ്ങാം. കാര്യം ഇത്രയും പാവുന്നു, ഇത്രയും നിഷ്കളങ്കൻ എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഫവാസിന്റെ ഓണവിശേഷം നമുക്ക് കേൾക്കാം. നമ്മളവിടെ ഈ പറഞ്ഞ പോലെ ശ്രുതിയിട്ട് സംസാരിക്കുന്ന ആദ്യം അഞ്ചാം ഘട്ട അല്ല, ഞാൻ നമ്മുടെ ആ സമയത്തൊക്കെ വീടിൻ്റെ അടുത്ത് അർജുൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ വീട്ടിലാണ്. വിഷു, ഓണം എല്ലാം അവൻ്റെ വീട്ടിൽ തന്നെ. നമ്മൾ മെയിൻ പരിപാടി അന്നൊരു ഫ്രീഡം കിട്ടുന്ന ദിവസമാണ് ഓണത്തിന്റെ. വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അയച്ചു വിടും. അപ്പം പിന്നെ നമ്മുടെ അതെന്നും അഴിച്ചു വിട്ടിരിക്കുമല്ലോ. അല്ല അന്ന് കുറച്ച് അല്ല ഞാൻ പറയുന്നത് വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു 10-40 കൊല്ലം മുമ്പുള്ള കാര്യം. 40 അപ്പൊ അതൊക്കെ മനസ്സിലാവും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അന്ന് സിനിമക്ക് പോവാ, ബീച്ചിൽ പോവാ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ആഘോഷപരമായിട്ട്. സ്കൂളിലൊക്കെയാണ് ഇതിന്റെ പ്രോഗ്രാംസ് വരുന്നത്. നമ്മുടെ ആഘോഷം അന്ന് ലീവ് ആയതുകൊണ്ട് അവന്റെ വീട്ടില്. അല്ല, പുള്ളി തമിഴിലൊക്കെ സിനിമയൊക്കെ ചെയ്തു. ഈ ക്യൂ നിൽക്കുന്നതിനൊക്കെ കാരണമുണ്ടായി. ഇപ്പൊ ദാണ്ടെ അടുത്ത ശിവകാർത്തിയന്റെ കൂടെ 2 പടം ചെയ്തു. അല്ല, വിജയ് ആന്റണിയുടെ കൂടെ 1 പടം, ശിവകാർത്തിയന്റെ കൂടെ 1 പടം. 1 പടം വിജയ് ആന്റണിയുടെ കൂടെ, പക്ഷെ നിർഭാഗ്യവശാൽ അത് പിച്ചൈക്കാരൻ 2. നല്ല വേഷം. അല്ല, അത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. സോ പക്ഷെ ഇപ്പൊ രണ്ടാമത്തേല് ശിവകാർത്തിയന്റേത് സെപ്റ്റംബർ പടം മുരുകദാസ് പടമാണ്. കണ്ടാ, തമിഴിലെ ലീഡിങ് ആക്ടർ ആവാൻ പോവാ. മണ്ടനൊക്കെ വിളിച്ചു. പ്രതികാരം പവർ ഗ്രൂപ്പിനെ ഇറക്കിയ ഒരു കളിയുണ്ട്. ഞാൻ പാവാന്നാ പറഞ്ഞ ഉദ്ദേശം. അങ്ങനെ അല്ലല്ലോ നമ്മൾ കേട്ടത്. മണ്ടനെന്ന് മറ്റുമായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞത്. മത്തങ്ങാ തലയാന്നാണ് തോന്നുന്നത്. അല്ല, പൊതുവേ ഈ പാവമായിട്ടുള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾ മണ്ടന്മാരായിട്ട് കാണും. അതറിയോ? ശരിയാണല്ലേ? അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് ശരിക്കും മണ്ടനാ. ഫവാസിന്റെ ഓണവിശേഷം കഴിഞ്ഞു. ഇനി ഫവാസിനെ കുറ്റപ്പെടുത്തിയ ആ ഒരു ക്രൂര കഥാപാത്രത്തിനെ നമുക്ക് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അല്ലേ മാവേലി? പിന്നെ നമ്മൾ പകരം തിരിച്ചും വീട്ടണം. അതാണ് വസുധ ലക്ഷ്മി ബാലഗോപാൽ. എനിക്ക് ഓണം ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ ഓണത്തിന് മറക്കാൻ പറ്റാത്ത അനുഭവം എന്താ, നമ്മൾ ഒരിക്കലും മറക്കാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്നെ സംബന്ധിച്ച് ഈ 2024 ഓണമായിരിക്കും എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം. കാരണം ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് അഭിനയം തിരഞ്ഞെടുത്ത് വന്ന ആളാണ്. അപ്പം ഞാൻ എന്താ പറയുക, നായികയായിട്ട് വരുന്നൊരു സീരിയൽ, അപ്പം അതിൻ്റെ ഒരു 4 എപ്പിസോഡ് ഇപ്പോൾ ഓൾറെഡി ടെലികാസ്റ്റ് ആയി. അപ്പം നമ്മൾ അത് കണ്ട് ഇപ്പം നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് ആ കഥാപാത്രം ചെയ്തത്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വസുധ റിലീസാവുന്ന കൗമുദിയിൽ വസുധ റിലീസാവുന്ന ഈ 2024 ഓണമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത. വണ്ടർഫുൾ വണ്ടർഫുൾ. എന്നാലും പൊതുവേ ഓണം ഇതിന് മുമ്പുള്ള, അതായത് വീട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത്, ഇപ്പോൾ വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ ഉള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു ഓണം കാണത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ട്രിപ്പ് പോയതായിരിക്കും, ചിലപ്പോൾ എല്ലാവരും കുറേ ബന്ധുക്കളൊന്ന് ഒരുമിച്ചിരുന്ന് തിന്നതായിരിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും അങ്ങനെ തിന്നതല്ല, തിന്നാൻ മറന്നുപോയ ഓണമുണ്ട്, ഉറങ്ങിപ്പോയി. എന്നെ ആരും വിളിച്ചില്ല, ഞാൻ ഉണ്ടോന്നുമില്ല തിരുവോണത്തിന് വീട്ടില്. എവിടെ കിടന്ന് ഉറങ്ങി? അപ്പം എന്റെ വീട്ടില്. വീട്ടുകാർക്ക് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടാകും. ഉള്ളതും ഇല്ലാത്തതും അറിയുന്നില്ല. കുട്ടിയായിരുന്നു അപ്പോ അല്ല ഞാൻ കളിച്ച്. സാധാരണഗതിയിൽ കസിൻസ് കുറെ ആൺകുട്ടികൾ കസിൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മെയിൻ ജോലി ക്രിക്കറ്റ് കളി, അങ്ങനത്തെ ജെന്റ്സിന്റെ കളികളാണ് നമ്മൾ കൊച്ചിലെ കളിച്ചിരുന്നത്. അല്ലാതെ പെൺകുട്ടികൾ കളിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഇല്ല. മുയലിനെ വളർത്തുക, പിന്നെ എൻ്റെ ചേട്ടന്മാരോട് ക്രിക്കറ്റ് കളിക്കുക. അപ്പൊ ആ ഗ്യാങ്ങിന്റെ കൂടെ ആയിരുന്നു കൂടുതൽ സമയം. അപ്പൊ ഞാൻ ആ ഗ്യാങ്ങിന്റെ കൂടെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് എന്നെ ആരും വിളിച്ചില്ല, ഞാൻ കഴിച്ചില്ല. പിന്നെ വൈകുന്നേരം കഴിച്ചു കൂടും. അപ്പൊ ഈ ആൺകുട്ടികളുടെ കളിച്ചു വന്നപ്പോ കുറച്ച് ബോയ് നേച്ചർ ഒക്കെ ഉണ്ടോ? കുറച്ചുകൂടെ ബോൾഡ് ഒക്കെ അതുണ്ട്. അല്ല പറയട്ടെ അല്ല അതന്നെ എങ്ങനെയാണ് ഇവളെ കാണുമ്പോ എനിക്ക് എൻ്റെ ഒരു അങ്കിളിനൊക്കെയാണ് സത്യം. അല്ല സത്യം അല്ലല്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും വന്നിട്ട് അത് നൈസായിട്ട് ഇത് എവിടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളുടെ മെസ്സേജ് വരുമ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും അറിയോ എന്തോ ആടെ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അത് വിജയ് എന്താ അറിയോ, ഈ പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി ഇല്ല. നമ്മൾ പറയട്ടെ. അപ്പോൾ അങ്ങനെ നോർമൽ മനുഷ്യന്മാർ വെച്ച് നോക്കുമ്പോൾ ഇവള് ലേശം മെച്യൂരിറ്റി ഐക്യൊക്കെ കുറച്ച് കൂടുതൽ ലെവൽ ആ ഒരു ഫീലാണ് ഇവൾക്ക്. അപ്പോൾ ഒരു ബോയ്ഷ് ആണ് ഇവള് കുറച്ച്. കൽക്കിയിലൊക്കെ അഭിനയിപ്പിക്കേണ്ട എന്നുവെച്ചാലേ നമ്മള് കൊച്ചു ഒരു ഇപ്പൊ ഈ സാറയോ അല്ലെങ്കിൽ അനാദിയോ ഒക്കെ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്താ ഓക്കെ, ആ ഒരു ഈ ലെവലില്ല. ഓക്കെ, അതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ കേട്ടെ. ഒരു മിക്കി ഒരു കാർട്ടൂൺ നിങ്ങളാരും കാണുമല്ലേ?
കാണും കാണും നമ്മളെല്ലാം കാണും. അതിനർത്ഥം നമ്മൾ കുട്ടിയാണെന്നല്ലോ. നമ്മളെല്ലാരും കാണുമെന്ന് പറയാം. എല്ലാവരും ഉള്ളിൽ ഒരു കുട്ടിയില്ലേ? ഉറപ്പായിട്ടുണ്ട്. പക്ഷേ നല്ലോണം കഥ പറയും. അല്ല അത് നല്ല കഥ പറയും. ഞാനത് പ്രേത കഥ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, ഞാൻ വെറുതെ പറഞ്ഞില്ല. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുവാ. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന്റെ അന്ന് എന്നെ വന്ന് ഭയങ്കര ഉപദേശമായിരുന്നു. നീ എന്താണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ അങ്ങനെ ഫോട്ടോ ഇട്ടേക്കണത്, വലിയ വലിയ ബോളിവുഡ് സ്റ്റാർസിനെ കണ്ടിട്ടില്ലേ, അതിന് പിറ്റേന്ന് ചായ കുടിക്കും പരിപ്പോടെ കഴിക്കുന്ന എല്ലാം ഇടുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ, അത് ചോദിച്ചു. ഓണത്തിന്റെ കാര്യം ചോദിച്ചത് അവസാനം പരിപ്പോടയിലും ബോണ്ടയിലുമാണ് തീർന്നത്. എന്ത് കഷ്ടമാണ് സംഭവം. ഇനി അമ്മയ്ക്ക് മാത്രമേ മോനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അമ്മ മിണ്ടാണ്ടിരുന്നട്ടാ, മിണ്ടാതിരുന്നിട്ട്. കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ. ഉഷ ചേച്ചിയുടെ അടുത്താണ് അടുത്ത ചോദ്യം. ഉഷ ചേച്ചി തോപ്പിൽ ബാസി സാറിന്റെ എന്ന് പഠിച്ചെടുത്ത ഒരു ബ്രഹ്മാസ്ത്രമുണ്ട്. ഉഷ ചേച്ചി ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇതുവരെ. കാര്യം ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് പക്ഷേ എവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാര്യം അടുത്ത തലമുറ അത് കണ്ട് പഠിക്കട്ടെ. എന്തായിരുന്നു ആ ടെക്നിക്ക്? തോപ്പിൽ ബാസി സാറ് ചേച്ചി ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ ഇല്ലാതെ അതെങ്ങനെയാ ചേച്ചി? അത് ആർക്ക് ഇവരുടെ പേയ്മെന്റ് കുറവാണെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞത്. ഗ്ലിസറിന്റെ ആവശ്യമില്ല. എന്താ ചിരിക്കുന്നു? അല്ല അങ്ങനെയല്ല, ഇതുണ്ടല്ലോ ആ ഷോട്ടിന്റെ സമയത്ത് ഇന്ന് പേയ്മെന്റ് ഇല്ലാന്ന് വേണ്ട. ചേച്ചി അതെങ്ങനെയാ? അത് കേൾക്കട്ടെ. അത് നമുക്ക് പിന്നെ നമ്മൾ പറയുന്ന ഡയലോഗ്, ആ കഥാപാത്രമായിട്ട് ഉൾക്കൊണ്ട ഡയലോഗ് നമ്മൾ ഫീൽ ചെയ്ത് പറയണം. ഫീൽ ചെയ്ത് പറയുമ്പോൾ കരച്ചിൽ വരും, ഉറപ്പാണ്. ഫോർ എക്സാമ്പിൾ ആധാരം സിനിമയിൽ നല്ലൊരു ഡയലോഗ്. അത് പിന്നെ ഭർത്താവ് മരിച്ചു പോയിട്ട് പിന്നെ 4 വയസ്സിൽ പൂർവ്വ കാമുകനാണ് മുരളിച്ചേട്ടൻ. കല്യാണം കഴിക്കാൻ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാഹചര്യത്തിൽ ജയിലിൽ പോകേണ്ടി വന്നു. സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇയാൾ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വരുന്നൊരു സീനുണ്ട്. എന്നിട്ട് എന്നെ വിളിക്കും പോവാൻ. അപ്പോൾ ഇയാളുടെ പ്രതീക്ഷ ആ സിനിമകളിൽ മുഴുവനും ഞാൻ തിരിച്ചു ചെല്ലും. കാരണം അതുപോലെ ആയിരുന്നു അവരുടെ ബന്ധം. ഇപ്പോഴും എന്താ പറയുക, വളരെ ആക്സിഡൻറ്റിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, 4 കൊല്ലമേ എൻ്റെ സൈനുവിൻ്റെ ബാപ്പയോടൊപ്പം ജീവിച്ചുള്ളൂ എങ്കിലും എനിക്കത് മതി എന്ന് പറഞ്ഞ അകത്തേക്ക് ഓടുക ചെയ്യുന്നവർ. നമുക്ക് തന്നെ കണ്ണ് നിറയുന്നു. ആ മുഖത്ത് നോക്കിയപ്പോൾ നമുക്ക് ആ ഫീല്. ആ സീൻ എടുത്തതാണ് ആ പടത്തിലെ ആദ്യത്തെ സീൻ. അതായിരുന്നു ഞാൻ അഭിനയിച്ചത്. അത് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്ത പടമാണ് ആ സീൻ. അത് ഞാൻ ആ ഫസ്റ്റ് ഷോട്ട് അഭിനയിച്ച് ആ സീനിൽ ലാസ്റ്റ് ഈ അകത്തേക്ക് ഓടുന്ന ഷോട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ അകത്ത് കിടന്ന കേബിളിൽ തട്ടി ഞാനങ്ങ് വീണ് എൻ്റെ കൈ ഒടിഞ്ഞ്. ഒടിഞ്ഞു വെച്ചാൽ ചതവൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 15 ദിവസം റെസ്റ്റ് വേണം. കൈ ഇങ്ങനെ തൂക്കിയിടുന്ന ഷൂട്ട് ഞാൻ അഭിനയിച്ച് തുടങ്ങിയതേ ഉള്ളൂ. വേണമെങ്കിൽ അവർക്ക് വേറൊരാളെ വെച്ച് നോക്കാം. ഞാനങ്ങനെ വലിയ സ്റ്റാറൊന്നും അല്ലല്ലോ. പക്ഷേ ലോഹിത സാർ പറഞ്ഞു 15 ദിവസമല്ല എത്ര ദിവസം വേണമെങ്കിലും റെസ്റ്റ് എടുത്തിട്ട്. അവരെന്നെ അവിടെ നിന്ന് വിട്ടുമില്ല. ഷൊർണൂർ TB അന്ന് ഹോട്ടലൊന്നും ഇല്ല അവിടെ താമസിച്ച് പിന്നീട് ബാക്കിയുള്ളതൊക്കെ അവർ ഷൂട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കൈ ഓക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബാക്കി സീൻസൊക്കെ എടുത്തു. അത് തന്നെ ഒരു അങ്ങനെ ഉഷ ചേച്ചി കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബോൾഡസ്റ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. നമ്മുടെ ബോൾഡസ്റ്റ് ആയിട്ടുള്ള ജാൻകി സുധീർ. കമോൺ. ഞാനൊരു പാവം. ബിഗ് ബോസിലൊക്കെ മിന്നും താരമായിരുന്നു. ഇപ്പോൾ സിനിമകളിലും സീരിയലുകളിലും നിലപാടുകളിലും എല്ലാം തൻ്റെതായ ഒരു ഭാഗം. പക്ഷേ ഞാൻ വിചാരിച്ചു ഭയങ്കര ബോൾഡായിരിക്കും, സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര കടുകടി. ഇത് വന്നിരുന്നു ചോരി ചേട്ടാ പൊതുവെ എങ്ങനെയാണ് കേട്ടാ. കാരണം എല്ലാവരും എന്നോട് പറയാറുണ്ട്, എൻ്റെ ഫോട്ടോസും അതും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കണം, ഓ ഭയങ്കര സംഭവമാണ്, ഞാൻ വാ തുറന്നാ പോയി. കാര്യം നാട് ഏതാണ്? നമ്മുടെ സുരാജേട്ടന്റെ ജാൻകി വെൽ പ്ലാൻഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ എളുപ്പം പറഞ്ഞു. അതായത് പുള്ളിക്കാരിക്ക് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ പുള്ളിക്കാരി ബ്രേക്ക് എടുക്കും. ഇന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യും. അത് കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിയുമ്പോൾ കൃത്യം തിരിച്ച് വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് കയറും. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതൊന്നും പറഞ്ഞില്ല. അത് ഞാൻ പ്ലാൻഡ് ആയിരുന്നു ആക്ച്വലി. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ബോൾഡ് ഷൂട്ടും അങ്ങനെ ഇതായപ്പോഴത്തേക്കും പിന്നെ വരുന്നതെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പായി. ആ സമയത്ത് ഞാൻ സീരിയൽ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നാൾ ഇൻട്രസ്റ്റിൽ നിന്ന് മാറി നിൽക്കാം, വേറൊരു ഫീൽഡ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ദുബായിക്ക് പോയി ഒരു 1 ഇയർ ജോലി ചെയ്തു. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ഞാനും
അതിനുശേഷമാണ് എനിക്കിപ്പോൾ ഈ സീരിയൽ വസുധയിലേക്ക് ഞാൻ വരുന്നത്. ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വസുധയിലേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്യാരക്ടർ കിട്ടി. സോ വസുധയിലേക്ക് വന്നു, നിങ്ങളടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. അല്ല, ഒരു വെഞ്ഞാറുമൂട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ. കാരണം ഉള്ളിലോട്ടൊക്കെ നല്ല നാട്ടുംപുറവും ഗ്രാമീണ ഒരു വിശുദ്ധിയും കാര്യങ്ങളും. അപ്പം അവിടെ നിന്ന് വന്ന എനിക്കൊന്ന് കോളേജ് പഠിച്ചത് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലേ? അതെ. അപ്പൊ എനിക്കൊന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു ആർജവമാണ്. അല്ല, എങ്ങനെയാണ് ഇത്രയും ഒരു ബോൾഡ് ഒരു ഫേസിലേക്ക് വന്നതാണ്? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ മോഡലിംഗ് ഒക്കെ ചെറുതിലേ മുതൽ നമുക്ക് മോഡലിംഗ് ഒക്കെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം വെഞ്ഞാറമൂട് സ്കൂളിൽ തന്നെ കലോത്സവത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ആർട്ടിസ്റ്റുകൾ വരുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ അന്ന് പഠിക്കാനും മോശമാണ്, സത്യം പറഞ്ഞാൽ സ്റ്റേജിലൊന്നും കയറൂല. ഞാൻ ഒരു 10th ആയി കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെ കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഫുൾ അട്രാക്ട് ചെയ്യുന്നത് അവരാണല്ലോ, അവർ വരുമ്പോൾ. അപ്പോൾ എന്നായിരുന്നാലും പഠിച്ചൊന്നും ആവാൻ പോണില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത്, ഞാൻ അഭിനയം കുഴപ്പമില്ലാണ്ട് പറ്റുന്നുണ്ട്. ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരുപാട് റീടേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത്, അതിപ്പോൾ ദുബായിൽ പോയി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഇതാണ്, അഭിനയമാണ്. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ. പിന്നെ പൊളിച്ച് ഒരു 2-3 ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയി ഫുൾ അടിച്ചു പൊളിച്ചു. 4 ഷെയ്ക്ക് കുടുംബം കേരളത്തിൽ വന്നു. നല്ലൊരു കഥാപാത്രം കിട്ടിയില്ല. അതെ, തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയത്. പിന്നെ ജാനകിയുടെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന കുറച്ച് ലെങ്ത്, പക്ഷേ ഒരു കിടിലം കഥയുണ്ട് ജാനകിയുടെ കേട്ടോ. അതായത് ജാനകി കൊച്ചിയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പറ്റിയ ഒരു കിടിലം ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ചിരിക്കാൻ ഒരു വലിയ വക നൽകുന്നതാണ്. ജാനകി പ്ലീസ് ഷെയർ. അല്ല, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ഞാനത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് എൻ്റെ ഒരു കയ്യിൽ നിന്ന് പറ്റിപ്പോയ, ലൈഫിൽ ആദ്യമായിട്ട് പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് കൊടുത്തിട്ട് നമ്മളത് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തലേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ലേറ്റായി, ഒരു 5 o'clock ഒക്കെ ആയി, വെളുപ്പിന് 5 o'clock ഒക്കെ ആയി എത്തിയപ്പോഴത്തേക്കും. പിറ്റേ ദിവസം ഷൂട്ടുണ്ട്. അപ്പം രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും എൻ്റെ വണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് കൊച്ചിയിൽ ഒറ്റയ്ക്കാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു 1 മണിക്കൂർ ഉണ്ടല്ലോ, ജസ്റ്റ് കിടക്കാം. അവർ വരുമ്പോഴത്തേക്ക് എണീറ്റ് അവരുടെ വണ്ടിക്കാണ് പോവേണ്ടത്. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന സംഭവം ഞാൻ ഉറങ്ങിപ്പോയി. ഇവരൊക്കെ വന്നിട്ട് കിടന്ന് വിളിച്ചിട്ട് ഞാൻ ഫോണൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ എന്നിട്ട് എണീറ്റപ്പോഴത്തേക്ക് ഒരു 10 മണിയായി. 10 മണിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ഒരു 45 മിസ് കോളോളം. അത് ചാനൽ അവർ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഫ്ലാറ്റ് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് അവിടെ ഫ്ലാറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇവരെ അല്ല തിരിച്ചില്ല, അവിടെ തിരിച്ചു വിളിച്ചാൽ എനിക്ക് എന്തായിരുന്നാലും തെറി കേൾക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു, നീ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ റൂമിലുണ്ട്. എടാ, എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി, ഇതേ 10 മണിയായി. അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും അറിഞ്ഞില്ല. നിന്നെ വിളിച്ചിട്ട് അവിടെ ആ വണ്ടിക്ക് ആൾ വന്നപ്പോഴത്തേക്കും സെക്യൂരിറ്റി പറഞ്ഞു, അയ്യോ ആ കൊച്ചു വന്നായിരുന്നു, അവിടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. നിന്നെ ഇത്രയും വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത കൊണ്ടിട്ട് അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും കൂടിയിട്ട് സ്പെയർ കീ വെച്ചിട്ട് എൻ്റെ ഫ്ലാറ്റിനകത്ത് കയറി. അപ്പം ഞാൻ ചോദിച്ചാൽ ആരൊക്കെ കയറി? അത് ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് പുള്ളിയാണ് കയറിയത്. അപ്പോഴത്തേക്ക് റൂമിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഞാൻ റൂമിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ മാത്രം കയറി നോക്കിയിട്ട് ഇറങ്ങിപ്പോയിന്ന്. അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലേഡീസ് മാത്രമായിട്ട് ആണല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്ലാറ്റിൽ. ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് പ്രൈവസി ആയിട്ടൊക്കെയാണ് കിടന്നത്. അപ്പം ആദ്യം കയറി ചെന്ന സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ മറ്റേ ചന്ദ്രലേഖയിലെ മോഹൻലാൽ മറ്റേ ഒരു കുഴപ്പമില്ല, എല്ലാവരും പോയി അവസ്ഥയായിരുന്നു. ശരിക്കും ഞാൻ അങ്ങനെ ഒരു പ്രൈവസി അങ്ങനെയാണ് കിടന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടിട്ടുണ്ടോ ആ ചേട്ടൻ അന്നോട്ട് മരിച്ചു? അതാണ് അയാൾ പിന്നെ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഫ്ലാറ്റും വിറ്റുപോയി. പ്രവാസിനൊരു സംശയമുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണോ താമസം? എങ്കിൽ ആ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആവാൻ വേണ്ടിയാ. ആവശ്യത്തിൽ കൂടുതൽ ചീത്ത പേര് ഓൾറെഡി. ഇനി നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുന്ന ജാനകി, അതൊരു കിടില സംഭവമായിരുന്നു കേട്ടോ. അതെ, എനിക്ക് നല്ല കിടില സംഭവമായിരുന്നു. അല്ല, എന്നിട്ടും അയാളെന്ത് വിളിക്കായിരുന്നത്? പിന്നെ അയാൾക്കൊരു അയാൾക്ക് സൗണ്ട് വരുന്നില്ല, മറ്റേ കണ്ടിട്ടേ. അപ്പൊ എല്ലാരും കൂടെ വരണം. അപ്പൊ വിചാരിക്കുന്നത് ബാക്കി ആരും അല്ല, പുള്ളി വേറെ ആരും വിളിച്ച് കാണിച്ചില്ല കേട്ടോ. പുള്ളി എത്ര കണ്ടിട്ട് അല്ല, ആ കൊച്ചു കിടന്ന് ഉറങ്ങുവാണ്. അത് സത്യം. അങ്ങ് ആസ്വദിക്കും ആ പാതാളത്തിൽ നിന്ന് വന്നിട്ട്. കൊള്ളാം. സീരിയസ് ആയിട്ട് ബാക്കിയുള്ള കാര്യം